നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്ത്രീയും അധികകാലം വാഴില്ലെന്നാണല്ലോ നാട്ടുകാർ പറയുന്നേ. അത് മാറ്റാനുള്ള വഴി നിങ്ങൾ ചെയ്യണം. എന്ത് വഴി? തറവാട്ടമ്പലത്തിൽ വന്ന് വഴിപാട് നടത്തിയ സുഭാഷ് ചേട്ടന്റെ ദോഷങ്ങൾ തീരുന്നല്ലേ ജോത്സര് പറഞ്ഞത്? അതെ, അതിനാണല്ലോ നമ്മളിപ്പോ ഇവിടെ വന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ? വഴിപാട് എന്താ? ഓ, തേങ്ങ. ശൂലം കുത്തി പ്രദക്ഷിണം ചെയ്യണം. ശൂലം കുത്തി അത് നിങ്ങൾ ചെയ്യണം. സുഭാഷ് ചേട്ടന് വേണ്ടി നിങ്ങൾ അനിയന്മാരല്ലാതെ വേറെ ആരാ വഴിപാട് ചെയ്യാ? ആരെങ്കിലും ഒരാൾ അത് ചെയ്തേ പറ്റൂ. സുഭാഷ് ചേട്ടനൊന്നും ഉണ്ടായിരുന്നേ. ആരും ചെയ്യാത്തൊന്നും അല്ലല്ലോ. എത്ര പേരെ ഇന്ന് തന്നെ അത് ചെയ്യുന്ന കണ്ടേ? അവർക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇപ്പൊ ഹരീഷ് നികേഷൊക്കെ അത് ചെയ്യാന്ന് പറഞ്ഞ. അയ്യോ, അവര് ചെയ്യണ്ട. പിന്നെ നിങ്ങൾ ചെയ്താ മതി. പണിപ്പാരും വെള്ളത്തിൽ കിട്ടും. എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. പിന്നെ അങ്ങനെയുള്ളതൊക്കെ വെറും അനാചാരങ്ങളാണെന്നേ. അത്തരം ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ സുചിന്തിതമായ അഭിപ്രായം. ഓ, എന്താ ഒരു പ്രസംഗം മട്ട്? അല്ല, ഈ ക്ഷേത്രത്തിലെ ഒരു സ്പെഷ്യൽ വഴിപാടില്ലേ, അത് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞതാ. എന്ത്? ശൂലം കുത്ത് അനാചാരമാണെന്നോ? നല്ല കാര്യായി. അല്ല, ഭഗവതിയല്ലേ പ്രതിഷ്ഠ, പിന്നെ എങ്ങനെ ഈ വഴിപാട്? അതെ, ശൂലം കുത്തി പ്രദർശനം ഭഗവതിക്കല്ല, ഉപദേവനായ സുബ്രഹ്മണ്യനാ. സുബ്രഹ്മണ്യനും ഉണ്ട്. അതെന്തിനാ? 2 ഭാര്യമാരുള്ള സുബ്രഹ്മണ്യനെ പ്രസാദിപ്പിച്ചാൽ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന സ്ത്രീദോഷം മാറുമെന്നാ ഇവിടത്തെ വിശ്വാസം. ഇതൊരു വിശ്വാസമല്ലേ ചേട്ടാ? വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അതാണ് സത്യം. ഞാൻ പക്ഷെ അത് നേർന്നുപോയി. ശരിയാ, നേർന്നെങ്കിൽ നടത്താണ്ടിരിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ അത് ചെയ്യണം. അത് മസ്റ്റാ, അല്ലെങ്കിലേ ദോഷം കൂടുകയേ ഉള്ളൂ. അയ്യോ, എന്തോന്നൊക്കെ ഇത്? അല്ല, നേർന്നോട് ചെയ്യണമെന്നുണ്ടോ? അതന്നെ, ഈ പരിഹാരം വേറെ ഉണ്ടാവുമല്ലോ ഇല്ലേ? നേർച്ചയ്ക്ക് പരിഹാരം എന്താണോ അത് നടത്തേണ്ടത് തന്നെ. സുഭാഷ് ചേട്ടാ, എല്ലാരും ചെയ്യുന്നതല്ലേ? ശൂലം കുത്തി അമ്പലം ചുറ്റി 3 പ്രദക്ഷിണം, അത്രേ വേണ്ടൂ. സിമ്പിളാണെന്നേ. 3 പ്രദക്ഷിണം? 9 ദിവസത്തേക്ക് ഒരു ചെറിയ പാട് കാണും. അത് ഇത്തിരി പൗഡർ ഇട്ട് അറിയ പോലുമില്ല. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ സുധീഷിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പോയിട്ട്